പക്കാ രാഷ്ട്രീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി ടി സുകുമാരൻ നായർ പറയുകയാണ്, മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കരുത്. അതുപോലെ തന്നെ UDFന്റെ തീരുമാനങ്ങളെ വലിയ തോതിൽ മുസ്ലിം ലീഗ് സ്വാധീനിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ തന്നെ സുകുമാരൻ നായർക്ക് എന്ത് യോഗ്യത എന്ന് നമ്മുടെ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞുമാണെങ്കിലും ചോദിക്കുന്നുണ്ട്. പലർക്കും അത് ചോദിക്കാനുള്ള ധൈര്യം പലപ്പോഴും കാണിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ സമീപകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ NSS രൂപം കൊടുത്ത നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന NDP മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ വിവിധ മന്ത്രിസഭകളിൽ അംഗമായിരുന്നു എന്ന കാര്യം സുകുമാരൻ നായർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഒരുപക്ഷെ സുകുമാരൻ നായർക്ക് NDPയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ സുകുമാരൻ നായർ NDP മന്ത്രിയായി ഇരുന്ന കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരിക്കാം. അദ്ദേഹത്തിന് പക്ഷേ ആ കാലത്ത് നിന്ന് NSSൽ കാര്യമായ റോളുമില്ലായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹം ആ കാര്യം വിസ്മരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ലീഗ് കഴിഞ്ഞ 50 വർഷത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF മുന്നണിയുടെ, അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. കോൺഗ്രസ് കഴിഞ്ഞാൽ UDFിലെ ഏറ്റവും സ്വാധീനമുള്ളതും ഏറ്റവും ശക്തിയുള്ളതുമായ പാർട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലീഗിനെതിരെ ഒരു അയിത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ NSS ജനറൽ സെക്രട്ടറി പറയുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് പരിശോധിക്കണം. 1974 നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSന്റെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നായർ സമുദായങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊടുക്കണമെന്നുള്ള ചർച്ച NSSനകത്ത് സജീവമായി ഉയർന്നു വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കാലത്തെ NSSന്റെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് കളത്തിൽ വേലായുധൻ നായർ ചെയർമാനും അന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറിയുമായിട്ടാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ NDP രൂപം കൊണ്ടത്. അത് അടിസ്ഥാനപരമായ ആശയങ്ങളുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന മുന്നണി സംവിധാനങ്ങളോട് അടുത്തു നിൽക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഐക്യമുന്നണിയുടെ ഭാഗമായിട്ടാണ് NDPയുടെ 5 പ്രതിനിധികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അവരുടെ 5 സ്ഥാനാർത്ഥികൾ വന്ന് ജയിച്ചു. അന്ന് ഐക്യമുന്നണിക്ക് ഏതാണ്ട് 111 സീറ്റിൻ്റെ മഹാഭൂരിപക്ഷം കിട്ടിയിരുന്നു. ആ മുന്നണിയിൽ അന്നത്തെ മന്ത്രിസഭയിൽ NDPയുടെ അംഗങ്ങൾ ലീഗിനൊപ്പം തന്നെ മന്ത്രിമാരായിരുന്നു. അന്ന് ആ തുടക്കത്തിൽ NSSന്റെ NDP അന്നത്തെ മന്ത്രിസഭയിൽ അംഗമായില്ലെങ്കിലും പിന്നീട് അവരതിനോടൊപ്പം തന്നെ പിന്തുടർന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭ 1977 കരുണാകരൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട കോൺഗ്രസ് മന്ത്രിസഭ രാജൻ കേസിനെ തുടർന്ന് 30ാമത്തെ ദിവസത്തിൽ രാജിവെക്കുകയും പിന്നീട് ഒരുപാട് രാഷ്ട്രീയ അസ്ഥിരതകൾ കേരളത്തിലുണ്ടായ സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് AK ആന്റണി കരുണാകരൻ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ AK ആന്റണി മുഖ്യമന്ത്രി 36ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേൽക്കുന്നു. അദ്ദേഹത്തിന് ഏതാണ്ട് 1.5-2 വർഷം മാത്രമാണ് ആ മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത്. അതിന് കാരണമായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലായിരുന്നു. ഇന്ദിരാഗാന്ധിയെ അന്ന് AK ആന്റണി ഉൾപ്പെടുന്ന കോൺഗ്രസ് 1978 പ്രകടനത്തെ തുടർന്ന് ആന്റണിയുടെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് വിഭാഗം അന്ന് ദേശീയ പ്രസിഡന്റായിരുന്ന ദേവരാജ് അരശിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ദേവരാജ് അരശിൻ്റെ ആ ഗ്രൂപ്പ് ഇന്ദിരാഗാന്ധി ചിക്കമംഗലൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് അവരെ പിന്തുണച്ചു എന്നുള്ള പേരിലാണ് AK ആന്റണി അന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് മാറിയത്. തൊട്ടു പിന്നാലെ അന്ന് CPI ഐക്യമുന്നണിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പമാണ് CPI അന്നുണ്ടായിരുന്നത്. അന്ന് CPIയുടെ നേതാവായിരുന്ന PK വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപം കൊള്ളുന്നു. ആ മന്ത്രിസഭയെ ഏതാണ്ട് 1.25 വർഷം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭയും തന്നെ നിലംപതിക്കുകയുണ്ടായി. നിലംപതിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് ദേശീയ തലത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിക്ക് ദേവരാജൻ അരശിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും CPIയും ഒക്കെ ചേർന്ന് രൂപം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ മുന്നണിയിൽ നിന്ന് ഈ മന്ത്രിസഭ പിരിച്ചുവിടാൻ ഒക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്തത്. അക്കാലത്ത് ഒരു കാവൽ മന്ത്രിസഭയായിട്ട് അന്ന്
മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന CH മുഹമ്മദ് കോയ. അദ്ദേഹം ഒരുപാട് കാലം പല മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കറായിരുന്നു. അങ്ങനെ വലിയ പാർലമെന്ററി പാരമ്പര്യവും വലിയ ജനസമ്മതിയുമുള്ള ഒരു നേതാവായിരുന്നു ശ്രീ CH മുഹമ്മദ് കോയ. അദ്ദേഹത്തെ ഇടക്കാല ഒരു മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് 1979 1979 ഒക്ടോബറിലാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കാവൽ മന്ത്രിസഭ അന്ന് രൂപം കൊണ്ടത്. അന്ന് രൂപം കൊണ്ട 5 അംഗ മന്ത്രിസഭയിൽ NDPയുടെ പ്രതിനിധിയായിട്ട് ഭാസ്കരൻ നായർ അന്ന് മന്ത്രിയായിട്ട് ചുമതലയിട്ട്. കേരളത്തിൽ അന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മന്ത്രിസഭയെ രൂപം കൊണ്ടത്. ആ മന്ത്രിസഭയിലാണ് കേരളത്തിലെ സവർണ സമുദായത്തിൽപ്പെട്ട NSSന്റെ രാഷ്ട്രീയ പാർട്ടിയായ NDPയുടെ അംഗമായ ഭാസ്കരൻ നായർ തൊഴിൽ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയായിട്ട് ചാർജ് എടുത്ത്. അപ്പം കേരളത്തിലെ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊടുത്ത പാർട്ടിയുടെ ആദ്യത്തെ ഒരു മന്ത്രി ഉണ്ടാകുന്നത് മുസ്ലിം ലീഗ് നേതൃത്വം കൊടുത്ത മന്ത്രിസഭയിലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതാണ് മുസ്ലിം ലീഗും NSSും അല്ലെങ്കിൽ NDPയും ഒക്കെ തമ്മിലുണ്ടായിരുന്ന ഗാഠമായ ബന്ധം തെളിയിക്കുന്ന വലിയ സംഭവമാണത്. അപ്പോൾ അങ്ങനെ NSSും മുസ്ലിം ലീഗും തമ്മിൽ വളരെ ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം പിന്നീട് വന്ന 1982 കരുണാകരന്റെ നേതൃത്വത്തിലുണ്ടായ ഇടക്കാല മന്ത്രിസഭയിലും പിന്നെ 82 തെരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപം കൊണ്ട കരുണാകരന്റെ 82 കാലത്തെ മന്ത്രിസഭയിലും മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ NDPയുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചരിത്രമാണ്. അന്ന് അവരെ ആരോഗ്യ വകുപ്പിന്റെ ചുമതലയാണ് NDPയുടെ മന്ത്രിമാർക്ക് ലഭിച്ചിരുന്നത്. ആദ്യ തുടക്കത്തിൽ KGR കർത്തയായിരുന്നു മന്ത്രിയായി വന്നത്. പിന്നീട് ആ പാർട്ടിക്കകത്തുള്ള ആന്തരിക പ്രശ്നങ്ങളുടെ പേരിൽ സുന്ദരേശൻ നായർ, പിന്നെ KP രാമേന്ദ്രൻ, അതായത് ഇങ്ങനെ മാറി 6 മാസം 1 വർഷമൊക്കെ ഇങ്ങനെ വന്നും പോയി തമ്മിലടി കൊണ്ടിങ്ങനെ പല മന്ത്രിമാരും പല ഘട്ടങ്ങളിലും മാറുകയൊക്കെ ചെയ്ത അനുഭവമുണ്ട്. അതൊക്കെ തന്നെ ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. 1991 കരുണാകരന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട 3ാമത്തെ മന്ത്രിസഭയിലും മുസ്ലിം ലീഗിനോടൊപ്പം തന്നെ NDPയുടെ പ്രതിനിധിയും ഉണ്ടായിരുന്നു. അന്നും ആരോഗ്യവകുപ്പിന്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് 2 പേരാണ് അന്ന് തുടക്കത്തിൽ NDPയുടെ സ്ഥാനാർത്ഥികളായി ജയിച്ചു വന്നത്. 2 MLAമാരുണ്ടായിരുന്നു. അന്നത്തെ കരുണാകരൻ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ET മുഹമ്മദ് ബഷീർ ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് NDPയുടെ പ്രതിനിധികളായ രാമേന്ദ്രൻ നായരും രാമേന്ദ്രൻ നായരും ഒക്കെ തന്നെ മന്ത്രിമാരായിരുന്നു എന്ന കാര്യം ഓർക്കണം. ആ കേരളത്തിൽ സമീപകാലത്ത് കണ്ട ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായിരുന്നു ET മുഹമ്മദ് ബഷീർ. 95 കരുണാകരൻ രാജിവെച്ചതിന് ശേഷം AK ആന്റണിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. ആ മന്ത്രിസഭയിലും ET മുഹമ്മദ് ബഷീർ ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. NDPയുടെ പ്രതിനിധിയും ആരോഗ്യവകുപ്പിന്റെ ചുമതലയിൽ ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ NDP മുസ്ലിം ലീഗും പിന്നെ ഒരുപോലെ ഇരുന്ന മന്ത്രിസഭകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം ഇപ്പോ സുകുമാരൻ നായർ മറന്നുകൊണ്ടാണ് ലീഗിന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം നൽകരുത് എന്നൊക്കെയുള്ള തിട്ടൂരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഒരു ചരിത്രം ഇങ്ങനെയാണ് പോകുന്നത്. 95 കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു അദ്ദേഹം ചങ്ങനാശ്ശേരിയിലെ മന്നം സമാധിയിൽ സന്ദർശിക്കാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഭടന്മാർ ഷൂസ് ധരിച്ചുകൊണ്ട് പിന്നെ മന്നം സമാധിയിൽ കയറി അലങ്കോലമാക്കി എന്നൊക്കെയുള്ളൊരു കാരണം പറഞ്ഞ് അന്ന് NSS വളരെ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും NSSന്റെ അഥവാ NDPയുടെ മന്ത്രിയായിരുന്ന രാമചന്ദ്രൻ നായരോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ NDP അന്ന് മുന്നണി വിടുകയും 1996 NDP തന്നെ NSSയെ പിരിച്ചുവിട്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നെ NDP എന്ന് പറയുന്ന പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചരിത്രത്തിൽ നിൽക്കുന്ന ഒരു ഭാഗം. അതായത് NSS രൂപം കൊടുത്ത NDP എന്ന് പറയുന്ന പാർട്ടി ആദ്യമായി മന്ത്രിയാവുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിലായിരുന്നു എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ ഈ തലമുറയിലുള്ള അധികം പേർക്കും ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരത്തില്ല. അതാണ് എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്നത്, മുസ്ലിം ലീഗ് തൊട്ടുകൂടാത്ത പാർട്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള അനാവശ്യമായ വർഗീയ ഉദ്ദേശം പിന്നെ
പുറപ്പെടുവിക്കുന്ന പ്രസ്താവനകൾ NSS ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കേരള രാഷ്ട്രീയത്തിൽ NSSഉം മുസ്ലിം ലീഗും തമ്മിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്ന് പിന്നീട് അതിന് പിന്നോട്ട് നമ്മൾ ചരിത്രം കഴിഞ്ഞാലും കാണാൻ കഴിയും. അതായത് 1959 നടന്ന വിമോചന സമര കാലത്ത് NSSന്റെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ എൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് വിമോചന സമരം നടന്നത്. ആ വിമോചന സമരത്തിന് ഒപ്പം നിന്ന മറ്റേ കോൺഗ്രസിനോടും PSPയോടും ഒക്കെ ചേർന്ന് നിന്ന പ്രസ്ഥാനമായിരുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ NSSുമായിട്ട് ഗാഢമായ ബന്ധമുണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ കുറിച്ചാണ് ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ പറയുന്നത് വളരെ വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യ ചരിത്രം അറിയേണ്ടതാണ്. അപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ താല്പര്യങ്ങൾ വന്ന മറ്റ് ചില താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ചില വർഗീയ താല്പര്യങ്ങളുടെ പേരിലോ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. ചരിത്രം നിങ്ങളെ തിരിഞ്ഞുകുത്തും എന്നുള്ള കാര്യം നിങ്ങൾ അറിയേണ്ടതായിരുന്നു. NSS ഇന്ത്യയിലെ ഇന്ത്യൻ റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച്, പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗ് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ചും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ചും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇവിടെ സംസ്ഥാന മന്ത്രിസഭയിലും കേന്ദ്ര മന്ത്രിസഭയിലും ഒക്കെ അംഗങ്ങളായിട്ടിരുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെക്കുറിച്ചാണ് ഇത്തരത്തിൽ വിദ്വേഷകരമായ പ്രസ്താവന കേരളത്തിലെ ഒരു പ്രമുഖ സമുദായത്തിൻ്റെ നേതാവ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മുടെ പൊതു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് തന്നെ നിരക്കാത്തതാണ്. അതായത് നമ്മുടെ ഈ തലമുറയിൽ വിദ്വേഷം കുത്തിവെക്കാനുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യത്തിന് NSS പോലെ മതേതര സ്വഭാവമുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ സങ്കടകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. കാരണം നമ്മുടെ ഈ നാട്ടിൽ സാഹോദര്യവും സ്നേഹവും ഒക്കെ തന്നെ പുലർത്തിക്കൊണ്ട് പോകുന്ന വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലും പരസ്പര സഹകരണത്തിലും കൂടെയാണ്. അതിന് വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഈ NSS ജനറൽ സെക്രട്ടറിയുടെയും SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെയും ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ ഇപ്പോൾ അവസാനിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ജനങ്ങളെ തമ്മിൽ വിഘടിപ്പിക്കുന്ന തീരുമാനങ്ങൾ പറയുന്ന സമുദായ നേതാക്കന്മാർക്ക് മുഖമടച്ചു കിട്ടിയ അടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഐക്യമുന്നണി കിട്ടിയ ഭൂരിപക്ഷം തന്നെ ഇവരുടെ നിലപാടുകൾക്ക് ആരും യോജിക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ട് NSSന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കഴിയുന്നതും പുറപ്പെടുവിക്കാതിരിക്കുക, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്താതിരിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഏറ്റവും നല്ലത്.